പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമർപ്പണത്തിൻ്റെ വഴിയിലെ 14-ാമത്തെ ദിവസത്തെ എത്തി നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതകൾ സ്വീകരിക്കുക എന്നുകൂടിയാണ് ഈ സമർപ്പണത്തിൻ്റെ അർത്ഥം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടുമ്പോൾ അമ്മ എങ്ങനെയാണോ ഏറ്റവും പരിപൂർണമായി രക്ഷിക്കപ്പെട്ടത്, ഈ മനുഷ്യരാശിയിൽ അമ്മയെപ്പോലെ പുത്രൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത സ്വീകരിച്ച് നീതീകരിക്കപ്പെട്ടവളായി സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട മറ്റൊരു മനുഷ്യജന്മമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സഭയുടെ പ്രതീകമാണ്, പ്രോട്ടോടൈപ്പ് ഓഫ് ദ ചേർച്ച്. ഏറ്റവും മനോഹരമായി രക്ഷിക്കപ്പെട്ടവൾ. നമ്മളുടെ 2-ാമത്തെ ഘട്ടത്തിൽ പ്രത്യേകമായി ബലഹീനതകളുടെ മേൽ വിജയം നേടുകയും നമ്മുടെ ആത്മജ്ഞാനം, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരവബോധമുണ്ടാവുകയും നമ്മൾ നടത്തേണ്ട ആത്മീയ പരിശ്രമങ്ങളും പോരാട്ടങ്ങളും എന്തൊക്കെയാണ് എന്ന് കൂടുതൽ കൂടുതൽ നമ്മൾ ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാനായി പരിശ്രമിക്കുകയാണ്. ഇന്നത്തെ വിചിന്തന വിഷയം ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദൗർബല്യം എന്നാണ്. ഇന്ന് നമുക്ക് പ്രത്യേകമായി വിചിന്തനത്തിന് ലഭിച്ചിരിക്കുക ക്രിസ്ത്യാനികരണത്തിൻ്റെ 3-ാമത്തെ പുസ്തകം 13-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ ഒരു പ്രസക്ത ഭാഗം, എൻ്റെ പുത്രനായ യേശുവിൻ്റെ മാതൃക അനുകരിച്ച് എല്ലാവരും അനുസരണവും എളിമയുമുള്ളവരായിരിക്കണം. കാരണം അനുസരണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരുവൻ കൃപയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറ്റുവാൻ അതിനായി ആഗ്രഹിക്കുന്നവരാണ് അനുസരണമില്ലാത്തവർ. അവർക്ക് എല്ലാം നഷ്ടമാകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പ്രത്യേകമായി യേശുവിൻ്റെ മാതൃക അനുസരിച്ച് എല്ലാവരും അനുസരണവും എളിമയും ഉള്ളവരായിരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. നമുക്കൊരു തിന്മ എങ്ങനെയും ഒഴിവാക്കണം. ഞാൻ ആയിരിക്കുന്ന സഭയുടെ പേര് ഷേൺസ്റ്റാട്ട് എന്നാണ്. ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനായ ജോസഫ് കെൻ്റണിക്കച്ചൻ ഒരു വലിയ മരിയഭക്തനാണ്. അദ്ദേഹം പരിശുദ്ധ അമ്മയുമായി സ്നേഹത്തിൻ്റെ ഉടമ്പടി നടത്തി ജീവിക്കുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ആത്മീയ ജീവിതം ക്രമപ്പെടുത്തിയ ആളാണ്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ നമ്മൾ എടുത്തു മാറ്റണമെങ്കിൽ, ഒരുപക്ഷെ നമുക്ക് വെറുപ്പായിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള തിന്മയായിരിക്കാം, അത് നമ്മളെ എടുത്തു മാറ്റണമെങ്കിൽ അതിന് പകരമായി മറ്റൊരു പുണ്യം നമ്മൾ അഭ്യസിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് പുണ്യമല്ല കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ്. നമ്മൾ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ഈ അഡിക്ഷൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള, നമ്മളെ അടിമപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ്, അത് ഒരുപക്ഷെ പുകവലിയാകാം, മദ്യപാനം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാകാം. ഇവർക്ക് അതിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കുന്നതിനായും അവരുടെ മനസ്സിനെ മറ്റൊരു കാര്യത്തിൽ ഉറപ്പിക്കുന്നതിനായുള്ള ഒരു പരിശീലനമാണ് ആദ്യം നൽകുക. ഉദാഹരണത്തിന് നമ്മുടെ വിപണിയിലൊക്കെ ഇങ്ങനെ ചെയിൻ സ്മോക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള എന്തെങ്കിലും ചോക്ലേറ്റോ അല്ലെങ്കിൽ വായിലിട്ട് ചവയ്ക്കുന്നതിനായിട്ടുള്ള പ്രത്യേക മരുന്നുകളൊക്കെ ഉണ്ട്. അച്ഛൻ ആത്മീയ ജീവിതത്തെ തീർത്തും ആ ഒരു ഉദാഹരണം വെച്ച് പറയുന്നതല്ല, എങ്കിൽ പോലും നമ്മുടെ ആത്മാവിൻ്റെ ചില ഒരു പാപത്തോടുള്ളൊരു ചായ്വ് നമ്മളങ്ങനെ ശീലിച്ചു പോയി, അറിയാതെ തന്നെ അങ്ങനെ പെരുമാറുന്നു, അറിയാതെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് കോപത്തിൽ നിന്ന് രക്ഷപ്പെടുക? വലിയ കോപം വരുന്ന സമയത്ത് നമ്മൾ ഒരു നന്മ പറഞ്ഞവരെയും ചെല്ലുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക, അങ്ങനെ പറയും. അപ്പോൾ ജോസഫ് കെൻ്റണിക്കച്ചൻ, ഷേൺസ്റ്റാട്ട് സഭയുടെ സ്ഥാപകൻ, പറയുക ഇല്ലുമിനേഷൻ മെത്തേഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നക്ഷത്രങ്ങൾ ആകാശത്ത് കാണാതാകുന്നത് സൂര്യൻ്റെ പ്രഭയിലാണ്. ചെറിയ ചെറിയ വെളിച്ചം വലിയ വെളിച്ചത്തെ മറയ്ക്കുന്നത് പോലെ നമ്മളിൽ എല്ലാവരിലും നമ്മുടെ കുറവുകളുണ്ട്. ഈ കുറവുകളെ അതിലംഘിക്കുന്ന, ഈ കുറവുകളെ കീഴ്പ്പെടുത്തുന്ന നന്മ
നമ്മൾ പരിശീലിക്കണം. ഉദാഹരണമായിട്ട് നമുക്ക് വെറുതെ നന്മ ശീലിക്കണം, ഞാൻ എളിമ ശീലിക്കണം, അല്ലെങ്കിൽ സ്നേഹം ശീലിക്കണം, ഞാൻ ക്ഷമ ശീലിക്കണം, എൻ്റെ എടുത്തിയാട്ടം മാറ്റണം. ഇത് നമ്മൾ വെറുതെ തീരുമാനിച്ചുകൊണ്ട് കാര്യമില്ല. ഇതിനുള്ള സാഹചര്യം വരുമ്പോൾ മറ്റൊരു തരത്തിൽ പെരുമാറുന്നതിനായി നമ്മുടെ ആത്മാവിനെ നമ്മൾ പരിശീലിപ്പിക്കണം. ഒരു സ്വാർത്ഥതയുള്ള വ്യക്തിയാണെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ചുറ്റുമുള്ളവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. എന്നിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം? ഒരു അസുഖമുള്ളവരെ സന്ദർശിക്കുക, എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക. ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമയം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആശുപത്രിയിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാതെ കിടക്കുന്ന വൃദ്ധരായിട്ടുള്ള രോഗികൾ എന്നെ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. മക്കളൊക്കെ വിദേശത്താണ്, ബൈസ്റ്റാൻഡേഴ്സിനെ നോക്കുന്നു. അച്ഛ, കുറച്ച് ദിവസത്തേക്ക് ആര് വരാനാ? പണമുണ്ട്, പക്ഷേ ഹോം നേഴ്സിനെയൊക്കെ നിർത്തണമെങ്കിൽ ഒരാഴ്ചത്തെ കാര്യമേ ഉള്ളൂ, അതിനൊന്നും ആരും വരത്തില്ല, ഒറ്റപ്പെട്ടു പോവുക. അപ്പം നമ്മുടെ അയലോക്കം അങ്ങനെയുള്ള ബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ അവരോട് കുറച്ച് സമയം കൊടുക്കുമ്പോൾ നമുക്കാണ് സത്യത്തിൽ മാറ്റം വരിക. ദൈവത്തിൻ്റെ ഛായ, അവിടുത്തെ സാദൃശ്യം നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനോ ഒന്നും വേണ്ടിയല്ല, പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു ഛായ നമുക്ക് വന്നു ചേരുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:16-17 തിരുവാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പറ്റത്തില്ല. തടസ്സം. നന്നായിട്ട് പെരുമാറാനും മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ നല്ലതായിട്ടൊന്ന് ഇടപെടാനുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും പറ്റാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ഒരവസ്ഥ സ്വർഗം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മയ്ക്ക് കടന്നു വരാൻ പറ്റില്ല. ഇനി അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ അഗസ്തീനോസാണ് തിന്മയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പഠിപ്പിക്കുക, പിശാചിനെ കുറിച്ച്. അതായത് ഒരു കൊച്ചുകുട്ടി ഒരു ചിത്രപ്പണി എടുക്കുന്ന അമ്മയുടെ അരികിലിരുന്ന് താഴെ ഇരുന്ന് മുകളിലേക്ക് നോക്കുക. അപ്പം ആ തുണിയുടെ മുകളിൽ ഒരു നല്ല ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഭംഗിയല്ലാത്ത ഒരു കാഴ്ച. അപ്പോൾ കുഞ്ഞു പറയാണ്, അമ്മ എന്തായി ചെയ്യുന്നേ? അതായത് തിന്മയിലൂടെ പോലും നന്മ ഉളവാക്കുന്ന ദൈവം നമ്മുടെ ദൈവം. എന്നാൽ പിശാചോ നന്മയിൽ പോലും തിന്മ കണ്ടെത്തി നന്മയുടെ പുറംപൂശിലൂടെ, നന്മയുടെ മൂടുപടത്തിലൂടെ തിന്മ കടത്തി വരുന്നവൻ പിശാച്. ഇത് നമ്മൾ ജാഗ്രതയോടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലെ താപസശ്രേഷ്ഠനായ അന്തോനീസിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഇങ്ങനെയാണ്. അദ്ദേഹത്തെ പിശാച് ദിനരാത്രങ്ങളാണ് പരീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെയൊക്കെ ശരിക്കും മുറിച്ചു. ശരിക്കും ഒരു കാട്ടുമൃഗം ആക്രമിച്ചതുപോലെ മരുഭൂമിയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ വീണുപോവുകയാണ്. അദ്ദേഹം നടന്നു പോകുന്ന വഴിയിലൊക്കെ പിശാചുക്കൾ ഇങ്ങനെ സ്വർണത്തിൻ്റെ കോയിനൊക്കെ ഇങ്ങനെ എറിഞ്ഞിടുമായിരുന്നു പറയുന്നത്. ഇനി അതും കൊണ്ട് എടുത്തെങ്കിലും ഇയാൾ നശിച്ചു പോട്ടെ. കാരണം അത്രയ്ക്ക് കഠിനമായ താപസം അനുഷ്ഠിച്ച് പിശാചുക്കളെ നേരിട്ട് പോരാടി തോപ്പിക്കുന്ന ഈ മരുഭൂമിയിലെ അന്തോനീസിന് വരുന്ന വലിയ പീഡകൾ. അപ്പോൾ അദ്ദേഹം ഒരു തവണ മരിച്ചതായി മരുഭൂമിയിൽ വെച്ച് കുറേ ആൾക്കാർ കണ്ടെത്തുകയാണ്. മരുഭൂമിയിലെ മണലിൽ ചോര വാർന്ന് എന്തോ മൃഗം ആക്രമിച്ചതുപോലെ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. ശ്വാസമൊന്നും ഉള്ളതായി തോന്നുന്നില്ല, ഹൃദയമിടിപ്പ് പോലും ഉള്ളതായിട്ട് തോന്നുന്നില്ല. നാട്ടുകാർ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് വന്ന് പള്ളിയിൽ കൊണ്ടുപോയി വെച്ചു. കാരണം മൃതസംസ്കാര ശുശ്രൂഷ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം മരിച്ചു എന്ന് കരുതി. അദ്ദേഹം പതിയെ കണ്ണു തുറന്ന് ഒരു വ്യക്തിയോട് പറഞ്ഞു, ആംഗ്യ ഭാഷയിലാണ്, എന്നെ എവിടെ നിന്നാണോ എടുത്തുകൊണ്ട് വന്നത് അവിടെ തിരിച്ചു കൊണ്ടുപോയി എന്നെ ഇടുക. മരുഭൂമിയിലെ താപസശ്രേഷ്ഠനായ അന്തോനീസിനെ കണ്ട പേടിയാണ് പ്രിയപ്പെട്ടവരെ. ഇത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. ഞാൻ അത് വിവരിച്ച് ഒത്തിരി സമയം പോകുന്നില്ല. അദ്ദേഹം രക്തസാക്ഷിയാകാൻ വേണ്ടി അലക്സാണ്ട്രിയയിൽ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ക്രിസ്ത്യാനികളെ എല്ലാം കൊല്ലുന്ന ആരാച്ചാർ, അവിടെ വിധി പറയുന്ന
അദ്ദേഹത്തെ കണ്ട് ഞെട്ടിപ്പോയി. സ്വർഗത്തിൻ്റെ ഒരു പ്രകാശമുള്ളൊരു മനുഷ്യൻ്റെ ചങ്കിനകത്തെ ആത്മബലം കണ്ടപ്പോൾ ഇദ്ദേഹം കിടുങ്ങിപ്പോയി. എന്നിട്ട് വിധി ഇങ്ങനെയായിരുന്നു: അലക്സാണ്ട്രിയയുടെ തെരുവോരങ്ങളിലൊന്നും ഈ മനുഷ്യനെ നിർത്തരുത്, നമ്മുടെ നഗരത്തിൻ്റെ അതിർത്തിയുടെ പുറത്തേക്ക് ഇദ്ദേഹത്തെ തള്ളിക്കളയണം. പേടിച്ചു പോയി നിപ്പ് കണ്ടപ്പം. അത്രയ്ക്ക് ശക്തനാ ഈ മനുഷ്യൻ്റെ ഒരു ആജ്ഞ. അത് ചെറിയൊരു നോട്ടം പോലും ആണെങ്കിലും ബാക്കിയുള്ളവരനുസരിച്ചു തിരിച്ചു കൊണ്ടുപോയി മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുക. അദ്ദേഹം താപസമനുഷ്ഠിച്ചിരുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് അദ്ദേഹത്തെ ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ ഒരുപക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പം തോന്നത്തില്ല. കാരണം മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചരിത്രം അങ്ങനെയാണ്. ഇത് സഭാചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സത്യങ്ങളും കൂടിയാണ്. ഈ മരുഭൂമിയിലെ താപസശ്രേഷ്ഠനായ അന്തോണീസിൻ്റെ ഈ മൃതപ്പെട്ട എന്ന് തോന്നുന്ന ശരീരം ആ ഗുഹയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഗുഹ പിളർന്നു എന്നാണ് ചരിത്രം. ആ ഗുഹ പിളർന്ന് വലിയൊരു കൃപ ഇറങ്ങുകയാണ്. ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നു ചേർന്നിരുന്ന എല്ലാ മുറിവുകളും സുഖപ്പെട്ട് പൂർവസ്ഥിതി പ്രാപിക്കുക. അദ്ദേഹം കർത്താവിനോട് ചോദിച്ചു: ദൈവമേ, പിശാചെന്നെ മാന്തിക്കീറിയപ്പോൾ, ഞാൻ ദിനരാത്രങ്ങൾ പിശാചുമായി മല്ലിട്ടപ്പോൾ, ഞാൻ മരണത്തോളം പിശാചിനാൽ അടിച്ചിടപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ദൈവം പറഞ്ഞു: അന്തോണീസേ, എൻ്റെ അന്തോണീസേ, നീ എൻ്റെ നാമത്തിൽ, ഇൻ മൈ നെയിം, ഇൻ മൈ മൈറ്റി നെയിം, എൻ്റെ ശക്തമായ നാമത്തിൽ പിശാചുക്കളോട് ചെറുത്ത് നിൽക്കുന്നത് അഭിമാനത്തോടെ നോക്കിക്കൊണ്ട് നിന്റെ തൊട്ടരികിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അനുവദിച്ചാലല്ലാതെ പിശാചിന് നിന്റെ രോമത്തിൽ പോലും തൊടാനാവില്ല. നമ്മുടെ തലമുടിയുടെ ഒരു നാരിഴ കൊഴിഞ്ഞു വീഴുന്നത് അറിയുന്ന ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രതികൂലതയും പ്രതിസന്ധിയും കടന്നു വരികയില്ല. പിന്നെ എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ആദി മാതാപിതാക്കളുടെ കാലം മുതൽ ദൈവം തിരുമനസ്സാകുന്ന ഒരു കാര്യമാണ് നമ്മൾ പിശാചിനെ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് കീഴ്പ്പെടുത്തണമെന്ന്. ഇനി അച്ഛൻ ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. ദൈവം നീതിമാനാണ്. നീതി എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവന് അർഹതപ്പെട്ടത് കൊടുക്കുക, അർഹതപ്പെട്ടവനോട് അർഹതപ്പെട്ടതുപോലെ പെരുമാറുക. നീതി എന്ന വിശേഷണം ദൈവത്തിൻ്റെ വിശേഷണമാണ്. അവിടുന്ന് നീതിമാനാണ്, നീതിപൂർവ്വം പ്രവർത്തിക്കുന്നവനാണ്, ഓരോരുത്തരോട് ഓരോ തരത്തിലല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിശാചിനോട് പോലും നീതി പുലർത്തുന്നവനാണ് ദൈവം. കാരണം സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ പിശാചിനോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നത് നീതിയല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പിശാചില്ല. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പിശാചിന് ഒത്തിരി ശക്തിയുള്ളത് കൊണ്ട് ദൈവത്തിന് തോൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഒരിക്കലുമല്ല. പിശാച് അരൂപിയുടെ മണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാ. അവനൊരു സൃഷ്ടി മാത്രമാണ്. നമ്മൾ മനുഷ്യരും പിശാചും തമ്മിലൊരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒരു ചെറിയ തട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ പരിശുദ്ധ അമ്മയും പരിശുദ്ധ മിഖായേലും നമ്മളോട് ചേരുമ്പോൾ പിശാചിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. സ്വർഗത്തിൻ്റെ നീതി എന്ന് പറയുക സൃഷ്ടിയെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. പിശാച് ഒരു സൃഷ്ടിയായതുകൊണ്ട് സൃഷ്ടികളായ നമ്മളിലൂടെ നിസ്സാരക്കാരനായ അവനെ തോൽപ്പിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം ഇറങ്ങി വന്ന് ഡീൽ ചെയ്ത് തോൽപ്പിക്കാൻ മാത്രം വലിയ സംഭവമല്ല പിശാച്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കുറേ കുട്ടിപ്പിശാചുക്കൾ പേടിച്ചോടി വീപ്പയ്ക്കകത്തേക്ക് മറിഞ്ഞു വീണ്, കുമ്മായത്തിൻ്റെ വീപ്പയ്ക്കകത്തേക്ക് മറിഞ്ഞു വീണ് കൊച്ചുത്രേസ്യ പുണ്യവതി ചെറിയ പെൺകുട്ടിയെ കണ്ട് പേടിച്ച് അലറി ഓടി. അപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ ഓർമ്മ പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: പിശാചുക്കൾ തീരെ ധൈര്യമില്ലാത്തവരാണ്, അവർ തീരെ ബലമില്ലാത്തവരാണ്, നിസ്സാരരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പക്ഷം ചേർന്നാൽ, പക്ഷേ പിശാച് ശക്തിപ്പെടുന്നത് എപ്പോഴാണോ നമ്മൾ പുണ്യം സമ്പാദിക്കാതെ തിന്മയുടെ വഴിയെ പോകുമ്പോൾ അവൻ നമ്മളിൽ ശക്തിപ്പെടും, നമ്മുടെ കുടുംബത്തിൽ ശക്തിപ്പെടും. അവൻ ഒരു വലിയ ശക്തിയായി, നമുക്ക് എതിർക്കാൻ കഴിയാത്ത ശക്തിയായി മാറും. ഇനി ഭൂതോച്ചാടനത്തെക്കുറിച്ചും ഡെലിവറൻസിനെ കുറിച്ചും മറ്റുള്ളവരുടെ പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ ഒരു വാക്ക് പറയുക.
പ്രിയപ്പെട്ടവർ, നമുക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പിശാചിനെ ഓടിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിശാചിനെ ഓടിക്കണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിശാചിനെ ഓടിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയും, അച്ഛാ ഇപ്പോൾ വലിയ ആശ്വാസം തോന്നുന്നു, പക്ഷേ എനിക്കറിയാം അത് നിത്യമായൊരാശ്വാസമല്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സമാധാനവും ആശ്വാസവും വന്നു. അവൻ തൽക്കാലത്തേക്ക് പിൻവലിഞ്ഞു. ഈശോയെ മരുഭൂമിയിൽ പരീക്ഷിച്ച പിശാച് തക്ക സമയത്തിന് വേണ്ടി കാത്തിരുന്ന് അവൻ പിന്നീട് പ്രത്യക്ഷപ്പെടുക, അവനെ ഏറ്റവും അധികം അടിച്ചിടാൻ പറ്റുന്ന, അവൻ സഹനത്തിന്റെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ആ കറക്റ്റ് മുഹൂർത്തത്തിലാണ്, ആ സമയത്താണ് കർത്താവ് രക്തം വിയർത്ത് പോരാടിയത്. അന്തരാത്മാവിലെ പോരാട്ടം. പ്രിയപ്പെട്ടവരെ, കർത്താവ് കുരിശിൽ ചുമന്ന അവൻ്റെ ശരീരത്തിലേറ്റ പീഡകളെക്കാൾ കഠിനമായിരുന്നു അവൻ്റെ ആത്മാവിൽ ദൈവം പോലും കൈവിട്ടു എന്നൊരു നിമിഷത്തേക്ക് തോന്നിപ്പോയ പീഡ. മൈ ലോർഡ്, മൈ ലോർഡ്, വൈ ഹാവ് യു ഫോർസേക്കൺ മീ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? മനുഷ്യനും ഒരുപക്ഷേ ദൈവം അടുത്തില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ കരം പിടിക്കുന്ന ഒരു സ്ഥൈര്യം, ഒരു ആത്മബലം. സ്ഥൈര്യം എന്ന വാക്ക്, ആത്മാവിൻ്റെ സ്ഥൈര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. എന്തൊക്കെ ക്ലേശകരമായ അവസ്ഥയിലൂടെ കടന്നുപോയാലും, ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു തന്നെ വന്നാലും ആ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും വേർപെടുത്താൻ കഴിയുകയില്ല. അവൻ കുരിശിൽ സഹിച്ചതിൽ എന്തെങ്കിലും പോരായ്കയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്ത് അത് നികത്തുന്നു എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. എന്തൊരു വലിയ ധൈര്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധ അമ്മയും അത് തന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഞാൻ കാൽവരി കയറിയതുപോലെ, ഞാൻ എൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത സ്വീകരിച്ചതുപോലെ, ഞാൻ വിമലീകരിക്കപ്പെട്ടതുപോലെ, ഞാൻ നീതീകരിക്കപ്പെട്ടതുപോലെ, ഞാൻ പിതൃസന്നിധിയിൽ പുത്രൻ്റെ അരികിൽ പരിശുദ്ധാത്മാവിൻ്റെ അരികിൽ പ്രത്യേകമായി സ്വർഗത്ത് ഇടം കണ്ടെത്തിയതുപോലെ എൻ്റെ മക്കളെ, നിങ്ങളും ആ വഴി തന്നെ പിന്തുടരണം. നമ്മൾക്ക് നീതിബോധമുണ്ടാകണം, നമുക്കൊരു സ്ഥൈര്യമുണ്ടാകണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരു പുണ്യമാണ് മിതത്വം. പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്രമാതീതമായ ഒരു എന്താ പറയുക, ആഘോഷങ്ങളാണെങ്കിലും വസ്തുക്കളോടുള്ള നമ്മുടെ താല്പര്യങ്ങളാണെങ്കിലും എല്ലാം ആ ഒരു വഴിക്കാണ് പോവുക. മറ്റൊന്നൊരു വലിയ വിവേകം ഉണ്ടാകണം നമുക്ക്. വിവേകവും വിവേചനവും ഇതെല്ലാം പുണ്യങ്ങളാണ്, നമ്മൾ വളർത്തിയെടുക്കണം. അശ്രദ്ധമായ നടപ്പ്, അശ്രദ്ധമായ വാക്ക്, പലരും പറയുക പറ്റിപ്പോയി, കയ്യിന്ന് പോയി, ചെയ്തു പോയി, വീണുപോയി. നമ്മൾ തുടക്ക ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ, തുടക്കത്തിലേ ജാഗ്രത. പലരും ഇപ്പോൾ തന്നെ കുമ്പസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കുമ്പസാരിക്കുന്നുണ്ടാവും. ഓർക്കണം, ഈ കുമ്പസാരങ്ങൾക്ക് ശേഷം നമുക്കുണ്ടാകേണ്ടത് ഒരു വലിയ ദൈവാശ്രയ ബോധമാണ്, ഒരു വലിയ വിവേകമാണ്. എല്ലായിടത്തും നമുക്കൊരു രണ്ടാമത്തെ കണ്ണുണ്ടാകണം. അത് പിശാചാണ്, അത് പിശാചാണ്. കർത്താവ് എത്ര കൃത്യമായിട്ടാ പത്രോസിനോട് പറയുക, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, മനുഷ്യപുത്രൻ ഇതെല്ലാം സഹിക്കണം, എന്നിട്ടേ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. എല്ലാവരും അവനെ ഒറ്റിക്കൊടുക്കും, കുരിശുമരണത്തിന് വിധിക്കപ്പെടും. പത്രോസ് വലിയ സ്നേഹിതൻ, ഈശോയോട് വലിയ സ്നേഹം, എടുത്തിയാട്ടക്കാരൻ, മുന്നിൽ കയറുന്നിട്ട് പറഞ്ഞു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ കർത്താവ് പത്രോസിനെ വിളിച്ചു, പിശാചേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, ഓരോ ഉപദേശങ്ങൾ നമുക്ക് തരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പ്രേരണകൾ നമുക്ക് തരുമ്പോൾ, സമൂഹം നമ്മളെ ഒരു തരത്തിൽ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു വിവേകം ഉണ്ടാകണം. പിശാചേ, എല്ലാ സ്ഥലങ്ങളിലും ഇടങ്ങളിലും നമുക്കൊരു വലിയ ജാഗ്രത ഉണ്ടാകണം, വിവേകമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നെങ്കിൽ, നമുക്ക് പിന്തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള കെണിയിലൂടെ, കെട്ടിലൂടെ, ബന്ധനത്തിലൂടെ നമ്മൾ പോകുന്നെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വേറെ ഒരു അച്ഛൻ വന്ന് അവിടെ ബഹിഷ്കരണം നടത്തുമ്പോൾ മാറി നിൽക്കും പിശാച്. പലരും പറയാനുണ്ടെങ്കിൽ വലിയ ആശ്വാസം കിട്ടിയെന്ന്. പക്ഷെ ആ തിരിച്ചു വരും. ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ ആ വേലിപ്പത്തലിൻ്റെ പുറത്തിരിപ്പുണ്ടാവും.
വെറും വിശുദ്ധരായ വ്യക്തികൾ കടന്നു വരുമ്പോൾ വിശുദ്ധ ജലം തളിക്കുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ വിടുതൽ സംഭവിക്കും. എന്നാലും പറയാം, ധ്യാനം കൂടി കുറച്ച് നാളത്തേക്ക് പിന്നെയും വീണു. കാരണം നമ്മൾ ഒരു സെൽഫ് ഡെലിവറൻസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും നമ്മൾ എന്നേക്കുമായി വെറുത്തുപേക്ഷിക്കണം. ഇനി അത് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതിനായി പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം. അമ്മേ മാതാവേ, ദൈവകരുണയുടെ മാതാവേ, നരകസർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന അമലോത്ഭവയായ മാതാവേ, അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ യോഗ്യതയാൽ, അമ്മയുടെ നിത്യകന്യാത്വത്തിൻ്റെ യോഗ്യതയാൽ, അമ്മയുടെ വ്യാകുല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് വേണ്ടി അമ്മേ മാതാവേ, അമ്മയുടെ ഉപ്പൂറ്റിയുടെ ബലത്താൽ ഞങ്ങളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തിയുടെ തലയെ അമ്മ തകർക്കണമേ എന്ന് പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമുക്ക് വലിയ സഹായമായിരിക്കും. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, നമ്മുടെ വ്യക്തിപരമായ പരിശ്രമം, നമ്മുടെ വ്യക്തിപരമായ തിന്മയെ വെറുത്തുപേക്ഷിക്കൽ നമ്മുടെ ജീവിതത്തിന് വലിയ ബലം നൽകും. നമ്മൾക്ക് മുന്നോട്ട് പോകുന്നതിന് കരുത്താകും. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. യഥാർത്ഥ മരിയഭക്തി 212 നമ്പർ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, പരിശുദ്ധ മറിയം തൻ്റെ മക്കളുടെയും വിശ്വസ്തരായ ദാസരുടെയും മേൽ തൻ്റെ ആനുകൂല്യങ്ങൾ കുന്നുകൂട്ടുകയും അവർക്ക് സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹങ്ങളും യേശുവുമായുള്ള ഐക്യവും സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിലുപരിയായി അവരെ ഈശോയിലും ഈശോയെ അവരിലും വസിപ്പിക്കുന്നു. അവൾ അവരെ കാത്തു സൂക്ഷിക്കുന്നു. കൃപാവരം നഷ്ടമാക്കിയേക്കാമോ, ശത്രുക്കളുടെ കെണിയിൽ നിന്ന് വീണുപോകുമോ എന്ന ഭയത്താൽ അവൾ അവർക്ക് നിരന്തരം കാവൽ നിൽക്കും. അവൾ പുണ്യവാന്മാരെ പൂർണ്ണതയിൽ കാത്തു സൂക്ഷിക്കും. അവരെ അതിൽ അന്ത്യം വരെ അവൾ നിലനിർത്തുകയും ചെയ്യും. മറിയത്തിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിൻ്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാൻ്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മയെ സ്വസ്തി. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും എൻ്റെ സ്നേഹനാഥയും എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലുമത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ.
എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ. അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്ദോഷ്ണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രന്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത്, ഓ സ്വർഗീയ മാതാവേ, അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ,
ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. Hallelujah.
യേശുനാഥ വാവ സ്നേഹനാഥ യേശുനാഥ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ. ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ. വാവ യേശുനാഥ വാവ സ്നേഹനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തിലേക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ, ഓ സ്നേഹവുമേ. വാവ യേശുനാഥ വാവ സ്നേഹനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ. ആരാധന യേശുവേ, ആരാധന അങ്ങേക്ക് ആരാധന, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു ആരാധന യേശുവേ, ആരാധന അങ്ങേക്ക് ആരാധന, ദൈവമേ, ആരാധന സ്വയം ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവേ, സ്വയം ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധന സ്വയം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ആരാധന ശിവേ ആരാധന, ആരാധന ശിവേ ആരാധന ദൈവമേ, നന്ദി ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിവേ ആരാധന 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 ആരാധന. ആരാധന ആരാധന ശിവേ ആരാധന 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 ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ദുഷ്ടലതീരത ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങൾ വിചിന്തനം ചെയ്തതും പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതുമെല്ലാം ഞങ്ങളുടെ ദൗർബല്യങ്ങളിൽ ഞങ്ങൾക്ക് മറികടക്കേണ്ടുന്ന ചില തഴക്കദോഷങ്ങൾ, തിന്മകൾ, കെട്ടുകൾ, സ്വഭാവ വൈകല്യങ്ങളിലെല്ലാം ഒരുപാട് പുണ്യങ്ങൾ വളർത്തിയെടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പുണ്യസമ്പാദനത്തിനായി ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രയാസകരമായ സുഹൃതം എളിമ, അത് തുടങ്ങി
മറ്റെല്ലാ പുണ്യങ്ങളും സമ്പാദിച്ച് ദൈവമേ, ആത്മീയ പോരാട്ടത്തിൽ ഞങ്ങൾ ഒരു മികവുറ്റവരായി തീരുവാൻ ദൈവമേ, അവസാനത്തെ ഈ ഓട്ടത്തിൽ ഞങ്ങൾ തോറ്റുപോകാതിരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പുണ്യങ്ങൾ നട്ടുവളർത്തുന്നതിന് യോഗ്യമായ തരത്തിൽ മണ്ണൊരുക്കുവാൻ, നിലമൊരുക്കുവാൻ പരിശുദ്ധ അമ്മയാകുന്ന മണ്ണിലേക്ക് കൃപയുടെ വിത്തുകൾ നീ വിതറിയതുപോലെ, അവൾ പ്രസാദവരനാഥയായതുപോലെ, മറ്റുള്ളവർക്ക് കൃപകൾ നൽകുന്ന കൃപകളുടെ വിതരണക്കാരിയായതുപോലെ, കഴിഞ്ഞ കാലങ്ങളിൽ പുണ്യങ്ങൾ സമ്പാദിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട അനേകം വിശുദ്ധരെ പോലെ ദൈവമേ, ശ്രദ്ധയോടെ കരുതലോടെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലിട്ടിരിക്കുന്ന പുണ്യത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുവാൻ നല്ല തോട്ടക്കാരാ, നല്ല കൃഷിക്കാരാ, നീ എറിയുന്ന വിത്തുകൾ അത് വെറും പാറയുടെ മുകളിലോ മുള്ളുകൾക്കിടയിലോ വഴിയോരത്തോ ചവിട്ടി മെതിച്ചും ഞെരിച്ചമർത്തിയും വേരിറക്കാനാവാത്ത തരത്തിലുമായി പോകാതെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമാകുവാൻ എന്നെ സഹായിക്കണമേ. പലപ്പോഴും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ദൗർബല്യം എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധിയും നന്മയും വളരുന്നതിന് തടസ്സമായി എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ കൊണ്ടു നടക്കുന്ന സ്വഭാവ വൈകല്യങ്ങൾ എന്നെ വേട്ടയാടുന്നു. ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്താതിരിക്കുവാൻ, ആത്മാവിനെതിരായ, ആത്മാവിൻ്റെ മുറിവ് വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലും ഞാൻ മുഴുകാതിരിക്കുവാൻ ദൈവമേ, പരസ്പരം എതിർക്കുന്ന ഒരു നിയമം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഉള്ളിൽ പിശാചും മാലാഖയും പോരടിക്കുന്നത് ഞാൻ കാണുന്നു. ദൈവമേ, മാലാഖ തോറ്റുപോകാതിരിക്കുവാൻ, എൻ്റെ കാവൽ ദൂതൻ എന്നെ കീഴടക്കാൻ വരുന്ന ദുഷ്ടാരൂപിയോട് തോറ്റുപോകാതിരിക്കുവാൻ, എൻ്റെ കാവൽ ദൂതന് വിജയിക്കേണ്ടതിന് അനുകൂലമായ തരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി പുണ്യപൂർണതയിലെത്തുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മയാക്കിയ പരിശുദ്ധാത്മാവേ, വിശുദ്ധരെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധ സഭയെ പരിശുദ്ധ സഭയാക്കി ഇപ്പോഴും ആ സഭയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിലേക്കും വന്ന് നിറയണമേ. പാപത്തിൻ്റെ ചായ്വുകൾ, കെട്ടുകൾ, ആസക്തികൾ ദൈവമേ, നിന്നെ നിരന്തരം ദ്രോഹിക്കുന്ന തരത്തിൽ, ഞാൻ ഈ സമരത്തിൽ തോറ്റുപോകുന്ന തരത്തിൽ എനിക്ക് ബലമില്ലാത്തൊരവസ്ഥ, പലപ്പോഴും ആത്മാവിൻ്റെ അവസ്ഥയെ ഞാൻ ഗവനിക്കാറില്ലായിരുന്നു. ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തീർത്തുന്ന തിരക്കിലായി. എൻ്റെ മക്കൾ എത്ര നാളായി കുമ്പസാരിച്ചെന്ന് ഞാൻ അന്വേഷിക്കാറില്ല. എൻ്റെ ജീവിത പങ്കാളി പള്ളിയിൽ പോകുന്നെങ്കിലും അതിൽ സംബന്ധിക്കുന്നോ കുമ്പസാരിക്കുന്നോ എന്ന് ഞാൻ അന്വേഷിക്കാറില്ല. മക്കളുടെ ജോലിയെ സംബന്ധിച്ച് ഞാൻ ആകുലപ്പെടുമ്പോഴും, ഞങ്ങളുടെ പണസംബന്ധമായ കാര്യങ്ങളും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആകുലപ്പെടുമ്പോഴും, എൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് പലപ്പോഴും ഞാൻ ആകുലപ്പെടാൻ മറന്നുപോകുന്നു. ദൈവമേ, ആത്മാവ് ജീവൻ നൽകുന്നു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് നീ പറഞ്ഞെങ്കിലും എൻ്റെ ഹൃദയത്തിൽ അത് പതിഞ്ഞിട്ടില്ലായിരുന്നു. ദൈവമേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് നഷ്ടമായാൽ എന്തു ഫലം എന്നുള്ള വാക്ക് ചാട്ടുളി പോലെ വിശുദ്ധരുടെ ഹൃദയങ്ങളെ ഇങ്ങനെ കൊരുത്തി വലിച്ചപ്പോഴാണല്ലോ നീ ഒരുക്കിയ കുരിശിന്റെ വഴിയിലൂടെ അവർ നടന്നത്, ത്യാഗപരിത്യാഗങ്ങളിലൂടെ അവർ നടന്നത്, പുണ്യസമ്പാദനത്തിനായി രാപകൽ കഷ്ടപ്പെട്ടത്. ദൈവമേ, ഈ ലോകത്തിൽ മനുഷ്യർ തരുന്ന മാന്യതയല്ല, നിന്റെ പരിശുദ്ധ സിംഹാസനത്തിനരികിൽ എനിക്ക് ലഭിക്കേണ്ട മാന്യതയാണ് എന്ന് ദൈവമേ എൻ്റെ ആത്മാവിനെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ പലപ്പോഴും ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോകുമ്പോൾ
ഞാൻ സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകില്ല എന്ന് എനിക്കറിയാം. ഓരോ മൃതസംസ്കാര ശുശ്രൂഷകളിലും പാട്ടുപാടി ഞാൻ നടക്കുമ്പോഴും എൻ്റെ ആത്മാവിനോട് ഞാനത് പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ലോകവും അതിലെ ആശകളും എല്ലാം പോയി മറയും. ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ യാത്ര അയക്കുമ്പോഴും അതെനിക്കൊരു ചെറിയ സംഭവമായി ഞാൻ മറന്നു കളയുകയാണ് പതിവ് ദൈവമേ. എങ്കിലും എൻ്റെ ധ്യാന വിഷയമാകാത്ത ആ ഒരു കാര്യം ദൈവമേ എൻ്റെ ആത്മാവിനെ പഠിപ്പിക്കുന്നതിനായി നീ സഹായിക്കണമേ. ഇവിടെ നിന്ന് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചപ്പോൾ മുതൽ, ഞാൻ തിരുസഭയുടെ ഉദരമാകുന്ന മാമോദീസ തൊട്ടിലിൽ ജനിച്ച അന്ന് മുതൽ ഞാൻ ഒരുങ്ങിയിരിക്കുന്ന യാത്ര നിന്റെ സന്നിധിയിലേക്ക് നിന്നെ മുഖാഭിമുഖം കാണുന്നതിനുള്ള ആനന്ദത്തിലുള്ള യാത്രയാണല്ലോ ദൈവമേ. എങ്കിലും അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടില്ല. എൻ്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുമില്ല. സമ്പാദിക്കുന്ന പുണ്യങ്ങൾ മാത്രമായിരിക്കും ആ യാത്രയിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുദാശകളുടെ യോഗ്യതകൾ മാത്രമായിരിക്കും പരിശുദ്ധ സിംഹാസനത്തിന്റെ മുൻപിൽ എന്നെ ന്യായീകരിക്കുക. ദൈവമേ, എൻ്റെ ആത്മാവിനെ അത് പഠിപ്പിക്കണമേ. ദുഷ്ടൻ പാപത്തിൻ്റെ ആസക്തിയിലും എൻ്റെ ഈ ലോകത്തിൽ തിന്മയുടെ ജീവിതക്രമത്തിലും ഞാൻ പെട്ടെന്ന് കോപിക്കുകയും പെട്ടെന്ന് വെറുക്കുകയും ഞാൻ സ്വാഭാവികമായി തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതക്രമവും ഒരു പ്രവർത്തന ശൈലിയും എൻ്റെ ആത്മാവിലുണ്ട്. ആത്മാവിനെ പതിയെ പുണ്യങ്ങൾ അഭ്യസിപ്പിക്കുവാൻ, എൻ്റെ ആത്മാവിൽ ഞാൻ കുരുങ്ങിക്കിടക്കുന്ന ഒരു വലിയ ദൗർബല്യത്തിൻ്റെ കെട്ടിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ, ആഗ്രഹിക്കാത്ത തിന്മ നിരന്തരം ചെയ്തു പോകുന്ന എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയിൽ നിന്ന് ആത്മാവിനെ നന്മയും പുണ്യവും അഭ്യസിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7:14-17 വായിക്കുന്നത് പോലെ ഞാൻ പാപത്തിനടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഓ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൻ്റെ തങ്കപ്രാവേ, ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് ശിഷ്യന്മാരുടെ അരപ്പട്ട കെട്ടി കൊണ്ടുപോകുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തിൽ പത്രോസിനെ ചങ്കിൽ ചേർത്ത് വെച്ച് കർത്താവ് പറഞ്ഞ വചനം ഞാൻ ഓർക്കുന്നു. പത്രോസെ, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ ഇഷ്ടമുള്ളിടത്തേക്ക് പോയി, എന്നാൽ നീ പ്രായമായി നിന്നെ മറ്റൊരുവൻ നീ ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ചുള്ള യാത്രയ്ക്കായി എൻ്റെ ഹൃദയത്തെയും ഒരുക്കണമേ. യഥാർത്ഥ ക്രിസ്ത്യാനിയായി എനിക്കും ജീവിക്കണം, മരിക്കണം. ദൈവമേ, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അവസാനമെന്ന് പറയുക അങ്ങയുടെ മടിത്തട്ടിൽ ദൈവമേ ഭാഗ്യപ്പെട്ട യോസേപ്പ് പിതാവിൻ്റെ മരണം പോലെ നിന്റെ മടിത്തട്ടിൽ കിടന്ന് മരിച്ച നൽമരണത്തിൻ്റെ കാവൽക്കാരനായ യോസേപ്പ് പിതാവേ, ഒരുങ്ങി മരിക്കുവാൻ, ആത്മരക്ഷ പ്രാപിക്കുവാൻ, ആത്മാവ് രക്ഷപ്പെടണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാകുവാൻ, ആത്മാവിൻ്റെ ദൗർബല്യങ്ങളെ മാറ്റി അതിനെ പരിശീലിപ്പിക്കുവാൻ ദൈവമേ നീ എൻ്റെ കൂടെ നിൽക്കണമേ. ആത്മാവിനെ തരണമേ, എന്നെ ബലപ്പെടുത്തണമേ. എന്റെ കൃപ നിനക്കു മതി, ഈശോ, കർത്താവിൻ തിരുവചനം. ആമേൻ. എന്റെ കൃപ ഈശോ, നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി ഈശോ, അതിശയമായി നടത്തിയിടുന്നു. ബലഹീനതയിൽ, എൻ്റെ വീഴ്ചയിൽ, എൻ്റെ ദൗർബല്യങ്ങളിൽ, എൻ്റെ ബലക്കുറവിൽ ഇതാ ഒരു ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ വേദനയിൽ, നിന്റെ പിടച്ചിലിൽ, നിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ മുറിവേറ്റ ജീവിതത്തിൽ ഇതാ മുറിവേറ്റതിനെ തേടി 99 ഉപേക്ഷിച്ചു വരുന്ന നല്ലിടയൻ ഓടി വന്ന് നിന്നെ ചേർത്തണച്ച് മാറോടണയ്ക്കുന്നു. ബലഹീനതയിൽ
ബലമേകുന്ന ദൈവം. ബലഹീനതയിൽ ബലമേകി ആമേൻ. ബലവാനായോ അവിടുത്തെ നടത്തിയിടുന്നു. കൃപയാൽ ബലഹീനതയിൽ ഓ, ബലമേകി പരിശുദ്ധാത്മശക്തിയാൽ ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ ആമേൻ. കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ ഓ, കൃപയാലേ ആമേൻ. കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപകളുടെ വിതരണക്കാരിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. അമ്മ പ്രസാദവരനാഥയാണ്. കൃപകൾ ഈ ഭൂമിയിൽ വിതരണം ചെയ്യുവാൻ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മയാണ്. അമ്മയെ കൂടാതെ രക്ഷയുണ്ട് എന്ന് കരുതുന്നവർക്ക് പോലും അമ്മ സമീപസ്ഥയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. വലിയ കൃപകൾ കൊണ്ട് നിറയട്ടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. ദൈവമേ, എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. ആമേൻ. എന്റെ കൃപ നിനക്കു മതി, ഈശോ. കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, എനിക്കത് മാത്രം മതി. കർത്താവിൻ തിരുവചനം. ഓ, എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. ഓ, അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ ആമേൻ. കൃപയാലേ കൃപയാൽ വലിയൊരു അനുദിനവും അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. കൃപയാലേ വലിയൊരു കൃപ, കർത്താവിന്റെ സഹായം, അവിടുത്തെ താങ്ങ്, പരിശുദ്ധാത്മാവിന്റെ സഹായം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ തരും. ആ ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ കൃപയായി പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മയാക്കിയ പരിശുദ്ധാത്മാവേ, വിശുദ്ധരെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ കൊണ്ട് നിറയട്ടെ. കൃപകളുടെ വിതരണക്കാരിയായ പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിനായി, പാപത്തെ ചെറുത്ത് തോൽപ്പിക്കുന്നതിനായി, കളകൾ പറിച്ചു കളഞ്ഞ് കർത്താവെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. കർത്താവെ, അവസാന നാളുകളിൽ ദൈവമേ അങ്ങേ കണ്ട് ആനന്ദിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, നഷ്ടപ്പെട്ടു പോകരുതേ, ഒരാത്മാക്കളും നഷ്ടപ്പെട്ടു പോകരുതേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ സമയത്ത് കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ സംരക്ഷണ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ തങ്കപ്രാവേ, ഇറങ്ങി വന്ന് സഹായിക്കണമേ. എന്റെ കൃപ നിനക്കു മതി, ആമേൻ. കർത്താവിൻ തിരുവചനം. വിശ്വസിച്ചേറ്റെടുത്തേ. എന്റെ കൃപ നിനക്കു മതി, ആത്മാവിൽ സ്വീകരിച്ചേ. കർത്താവിൻ തിരുവചനം. ഈശോ, അനശ്വരമായ വചനമതേകി ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അതിശയമായവൻ നടത്തിടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം എളിമപ്പെടാനുള്ളൊരു അവസരം കൂടി കർത്താവ് തരിക. നമുക്ക് കൃപ ആവശ്യമാണ്. കൃപയെന്നാൽ സ്വർഗത്തിന്റെ സഹായമാണ്. സദാ ദൈവസാന്നിധ്യ സ്മരണയിലായിരിക്കുക, ഒരു ആരാധനയിലായിരിക്കുക. നമ്മളിപ്പോൾ സംബന്ധിച്ച് ഈ ഒരു ആരാധന ഇവിടെ കൊണ്ട് തീരരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങൾ നടക്കുന്നിടത്ത്, എടുക്കുന്നിടത്ത്, ജോലി ചെയ്യുന്നിടത്ത്, യാത്ര ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ വാഹനത്തിന്റെ ഉള്ളിൽ, വഴിയോരങ്ങളിലെല്ലാം നിങ്ങളെ അനുധാവനം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവമേ, കൂടെ
കൂടെ നീ നടന്നിട്ട് സഹായകനായി എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നിട്ടും ഞാൻ കാണാതെ പോയി നിന്റെ കാരുണ്യവും സ്നേഹവും. ദൈവമേ, ഒരു വലിയ ബോധ്യം എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തരണമേ. എപ്പോഴും ഒരു ദൈവാരാധനയിലായിരിക്കുവാൻ, അങ്ങേ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാതിരിക്കുവാൻ, ചിന്തിക്കാതിരിക്കുവാൻ, പുണ്യങ്ങൾ എൻ്റെ ആത്മാവിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ മുട്ടിട്ട് വളരുവാൻ ദൈവമേ നീ കൂട്ടായിരിക്കണമേ, കൃപയായിരിക്കണമേ, സഹായിക്കണമേ. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ ഞാൻ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും, ലോകം മുഴുവനെ തന്നെയും അമ്മയുടെ വിമല ഹൃദയം വഴിയായി അങ്ങയുടെ അനുഗ്രഹ കരത്തിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിച്ച് വെക്കുന്നു. കർത്താവേ, അങ്ങ് ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക്